എനിക്കിങ്ങനെയാ, ആർക്കെയും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളടിക്കണം. എന്നാലും എനിക്ക് എന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം? യോഗ ഇല്ലേ അമ്മണിയെ പായായിട്ട് മടക്കിയാള്. അപ്പൊ വളമൊക്കെ നിന്റെ അപ്പം വന്നോളക്കോ ചേട്ടോ? ഈ സ്റ്റീറിംഗ് ചേട്ടൻ അമ്മയ്ക്ക് ഊഞ്ഞെല്ലാം വച്ചേക്കടത്തൊന്നുമല്ല, അത് പിടിച്ച് തിരിച്ചാ മതി. അസ്സലാമു അലൈക്കും. ഞങ്ങൾക്കൊരു 10 ലക്ഷം റുപ്യ ലോണ് വേണം. മതി. ലോണോ? ആദ്യം അതിന് അപേക്ഷിക്കണം. ആണോ? എന്തപേക്ഷിക്കാൻ? എങ്ങനെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് ലോണ് ഇവിടുന്ന് ഈ ബാങ്കിന് തരാം. എന്താ സാർ ഈ സൂപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. എന്ത് പറ്റി സാർ? എന്തെങ്കിലും കുഴപ്പമാണെ മാറ്റി തരാം സാർ. ഇല്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. സ്പൂണില്ല, അത് ഞാനാണോ കൊണ്ടുവരേണ്ടത്? ജോർജ്, എടാ നമ്മളെ MLA കല്ലൂക്കാരൻ മരിച്ചു. അബു, ജെറി, മാധവ്. ഇത് ഞാൻ പപ്പു ജോസഫ് താടിക്കാരൻ. എന്നിട്ട് താടിയൊന്നും കാണാനല്ലോ. കൊണ്ടുവന്നില്ല. Suku, my boy. Suku village, my village. Khatar royal family, adopt this village. What's the name of the village? മൈനക്കാട്. Allah. അറബിക്ക് അക്ഷരം തെറ്റിയില്ലല്ലോ. Mairakad. നീ അല്ലാണ്ട് നീ എന്തുട്ടാ ക്രമേ കാണിച്ചേ? അത് ഓടിപ്പോയല്ലോ. ഞാൻ ആ പിശാചിനെ ഓടിക്കാൻ കുരിശ് കാണിച്ചാ. കുരിശാ? ആ, വെള്ളി കുരിശ്. അന്നത്തെ വികാരിച്ച പിടിച്ച് ഞങ്ങളുടെ പള്ളിയിൽ നിർത്തി സ്കൂളിലൊക്കെ വിട്ടു നോക്കി. എന്നതാണോ അവൻ അങ്ങോട്ട് ശരിയായില്ല. സ്കൂൾ അങ്ങനെ എല്ലാവർക്കും ശരിയാവില്ല അച്ചു. എനിക്ക് ശരിയായില്ലോ. ഈ കാട്ടിൽ എന്തായാലും മനുഷ്യന്മാരുണ്ടെന്ന് മനസ്സിലായി. ദൂരത്തന്നെ കത്തിച്ച് കൊന്നിട്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടറിയ ഇതാരോ സിഗരറ്റ് വലിച്ചു പോയതാ. Congrats. We have found out that this mint came to you by mistake. It's partly our mistake too. We should have been little more careful. എന്താ ഷായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇപ്പൊ നടന്നൊരു സംഭവം ഷാൻ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഒരാള് വിനീത് പാടി വന്നപ്പോ വിനീതിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, അത്ര എനിക്ക് നിങ്ങളുടെ അച്ഛനെ അറിയാം എന്ന് പറഞ്ഞിട്ട്, അതായത് എനിക്ക് ഇതൊന്നും വലിയ ഇതൊന്നും അല്ല, നിങ്ങളുടെ അച്ഛനൊക്കെയാണ് എനിക്ക് അറിയുന്നത് എന്ന് പറഞ്ഞ ഒരു പുച്ഛിച്ചോണ്ട് വിനീത് ഉടനെ എടുത്ത് വായിക്കുക, എനിക്ക് നിങ്ങളെ അറിഞ്ഞൂടാ, നിങ്ങളുടെ അച്ഛനെ അറിഞ്ഞൂടാ, പോട്ടെ എന്ന് പറഞ്ഞു. ഒരു ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റാ? നീ പെട്ടെന്ന് തൊട്ടൊരു ഗിഫ്റ്റ് വാങ്ങിട്ട് വാ. വൈകിട്ട് ഒരു കല്യാണത്തിന് പോകണം. കൂടിയത് വേണം. നല്ല സ്റ്റാൻഡേർഡ് അല്ല, നമ്മുടെയൊക്കെ സ്റ്റാൻഡേർഡിനെ പറ്റിയ ഒരു ഗിഫ്റ്റ് വേണം. ജോർജേട്ടാ, വണ്ടി മാറ്റിട്ടോ. പിള്ളേർക്ക് ആ വണ്ടിയുടെ വിലയൊന്നും അറിയില്ല, പൊളിച്ചു തരും. എന്നാ എന്റെ വില എന്താന്ന് അവന്മാരറിയും. എന്റെ വണ്ടിക്കിട്ട് അടിക്കാൻ പറ്റിയ കളിക്കാരനാരാന്ന് എനിക്കൊന്ന് കാണണല്ലോടാ. വണ്ടി ഒന്ന് മാറ്റിയിട്ടേക്ക്. കുരുത്തം കെട്ട പിള്ളേരാ, അടിക്കൂന്ന് പറഞ്ഞ അവന്മാരടിക്കും. നീ എന്താടാ കല്യാണം കഴിക്കാത്ത? ഞാനെന്തിനാ കല്യാണം കഴിക്കണേ? അത് ഞങ്ങള് പറഞ്ഞു. എടാ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? ഇതാവുമ്പോ നമുക്ക് എവിടെയും പോകാം, എന്തും ചെയ്യാം, ഒരാളുമില്ല ചോദിക്കാനും പറയാനും. നിന്റെ വാപ്പ പറഞ്ഞല്ലോ 150 പെണ്ണ് കാണൽ നടത്തിയെന്ന്, അതെന്തിനാ? എടാ, എല്ലാവരുടെയും പെർമിഷനോട് കൂടി സ്വസ്ഥമായിട്ട് സമാധാനായിട്ട് ഒരു പെൺകുട്ടിയോട് സൊള്ളാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് കളയേണ്ട കാര്യമുണ്ടോ? ഇയാൾക്കൊരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരുന്നില്ലേ? പകല് മുഴുവൻ കള്ളു കുടിച്ച് കിടക്കണായിരിക്കും. അപ്പൊ രാത്രിയോ? രാത്രിയിൽ ഉറങ്ങും.
അല്ല ഇതെന്താ കറുത്ത ഋതിക് റോഷനാ? അല്ല നവാസെ, ഇതെന്താ ഇങ്ങനെ കറുത്തു പോവാൻ കാരണം നവാസെ? ആ, എന്റെ ഉമ്മക്ക് മക്കളാ. നമ്മളോട് പറയുകയാണെങ്കിൽ ഓരോന്നിനെ കുളിപ്പിച്ച് ഇങ്ങനെ മൂലക്ക് കൂട്ടിയിട്ടു. അങ്ങനെ കരിമ്പൻ അടിച്ചു പോയതാന്ന്. പാവന്റെ അമ്മ, ഞാൻ രാത്രി എത്ര വൈകിയാലും എനിക്ക് ഭക്ഷണം വെച്ച് കാത്തിരിക്കായിരുന്നു. ആ എന്റെ അമ്മ ഇപ്പൊ അമ്മയ്ക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ആ അമ്മയോട് എനിക്കും ഭയങ്കര സ്നേഹമായിരുന്നു. പാവം. മിണ്ടാതെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടപ്പട്ടി. അവൻ അവന്റെ അമ്മയുടെ കാര്യം പറഞ്ഞത്. ആ അമ്മ തല്ലിക്കൊന്നേനെ ഇവനിവിടെ വന്ന് കിടക്കണേ.